ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ. നമുക്കറിയാം, ലോകത്തെല്ലാം ക്രമാനുഗതമായിട്ടുള്ള വളർച്ച, സാഹിത്യത്തിലും സംസ്കാരത്തിലും പരിഷ്കാരത്തിലും ഒക്കെ ഇങ്ങനെ ക്രമാനുഗതമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാം, മധ്യകാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഒരു പിന്നോട്ടടി അല്ലെങ്കിൽ 1000 വർഷം പുറകോട്ട് പോകുന്ന ഒരു എഫക്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിൽ നമ്മൾ വളരുകയായിരുന്നില്ല, തളരുകയായിരുന്നു ചെയ്തത്. എസ്പെഷ്യലി 13ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയിലെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരികമായിട്ടും പരിഷ്കാരപരമായിട്ടും അല്ലെങ്കിൽ എല്ലാ തരത്തിലും സാഹിത്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നമ്മൾ പിന്നോട്ടടിച്ചൊരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് 13ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ ധാരാളം യൂണിവേഴ്സിറ്റികളായിട്ട് നമുക്കറിയാം. പ്രമുഖങ്ങളായിട്ട് 10 യൂണിവേഴ്സിറ്റി, ചെറിയ ഒരു 70ഓളം യൂണിവേഴ്സിറ്റി, പിന്നെ ധാരാളം വിഹാരങ്ങൾ, അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ അടിസ്ഥാനവർഗ ജനങ്ങളും വിദ്യാഭ്യാസം നേടി, അതായത് 98% ആൾക്കാരും വിദ്യാഭ്യാസം നേടിയ ഒരു സമൂഹമായിരുന്നു 13ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലുണ്ടായിരുന്നത്. 2% ജനങ്ങൾ മാത്രം വിദ്യാഭ്യസിക്കാൻ അവർക്ക് വിദ്യയില്ലായിരുന്നു പറയാം. 2%. ബാക്കി 98% ആൾക്കാർക്കും വിദ്യ ഉണ്ടായിരുന്നു. അവർ ബുദ്ധ ജൈന മതങ്ങളുടെ കീഴിലായിരുന്നു ഈ വിദ്യ നേടിയിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഈ 13ാം നൂറ്റാണ്ടോടുകൂടി ഈ നമ്മളെ ബുദ്ധമതമൊക്കെ ഇവിടുന്ന് നിഷ്കാസനമാകുന്നതും അവരൊക്കെ ഇവിടുന്ന് തല്ലി ഓടിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം ബ്രാഹ്മണരുടെ കയ്യിൽ, പിന്നെ അവരുടെ മേൽനോട്ടത്തിലാണ് പിന്നെ ഈ രാജ്യങ്ങളെല്ലാം, നമ്മുടെ രാജ്യം കംപ്ലീറ്റ് പിന്നെ അവരുടെ ഡോമിനേഷൻ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് പിന്നെ വന്നത്. അപ്പോൾ അവർക്ക് വൈരാഗ്യമുണ്ട്, പലർക്കും വൈരാഗ്യമുണ്ട്. അപ്പോൾ ആ 2% ആൾക്കാർ വിദ്യ നേടാൻ അവർ ഇതിൽ ഇടപെടുകയും ഈ 98% വിദ്യയെ അകറ്റി നിർത്തുകയും ചെയ്തതാണ് ഈ കുഴപ്പങ്ങളെല്ലാം വന്നത്. അപ്പോൾ അവർ അതിന് ഗൂഢാലോചന നടത്തി വിദ്യയിൽ നിന്ന് എല്ലാവരും അകറ്റി നിർത്താൻ നടത്തിയ ഈ ഗൂഢാലോചന അത് പ്രാവർത്തികമാക്കാനായിട്ട് അവർ സ്വീകരിച്ച വഴികളാണ് നമ്മളെ ഈ അധോഗതി ലഭിച്ചത്. അല്ലെങ്കിൽ 13ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള ഏതാണ്ട് 500-550 വർഷക്കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ അധോഗതിക്ക് കാരണം, അല്ലെങ്കിൽ ഈ സാംസ്കാരികപരമായിട്ടുള്ള പിന്നോട്ടടിക്ക് കാരണം ഇതാണ്, ഈ ഗൂഢാലോചന ഫലമാണ്. അപ്പോൾ 1162 പാല രാജവംശത്തിൻ്റെ പരാജയത്തിന് ശേഷമാണ് ഇരുണ്ട കാലം തുടങ്ങുന്നത്. അതാണ് ആ പാല ഡൈനാസ്റ്റി, അവസാനത്തെ ബുദ്ധ രാജവംശമായ പാല ഡൈനാസ്റ്റിയുടെ അധപ്പതനത്തോടു കൂടിയാണ് നമ്മുടെ ഇവിടെ ഈ അധപ്പതനം തുടങ്ങുന്നത്, ഇരുണ്ട കാലഘട്ടം തുടങ്ങുന്നത്. അപ്പോൾ അവരുടെ മനസ്സിലെ വൈരാഗ്യം ഇതാണ്. BC 6 മുതൽ AD 12 വരെ ഏതാണ്ട് 1800 വർഷം ഇവിടെ ബുദ്ധ ഭരണകാലമായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖങ്ങളായ ധാരാളം ബുദ്ധ രാജവംശങ്ങൾ ഇന്ത്യ ഭരിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് ഭരണം നടത്തി. അപ്പോഴേക്കും അവിടെ ഈ സമയത്ത് ബുദ്ധയുഗം എന്ന് പറയാം, നമുക്ക് ബുദ്ധയുഗം. അപ്പോൾ അതിനെ അറുതി വരുന്നത് പല രാജവംശങ്ങളും തീർന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന ഏറ്റവും പ്രമുഖ രാജവംശമായിരുന്നു പാല. അത് 1162 സെൻ ഡൈനാസ്റ്റിയാണ് അത് അവരെ തോൽപ്പിച്ചത്. അതോടുകൂടി പിന്നെ കുറച്ച് നാട്ടുരാജ്യങ്ങളായിരുന്നു. ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞു കുറച്ച് നാട്ടുരാജ്യങ്ങളായിരുന്നു. അതുമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബുദ്ധ രാജവംശങ്ങളെ ഇന്ത്യയിലില്ല. അങ്ങനെ ഇല്ലാതായപ്പോഴത്തേക്കും പിന്നെ ഇനി ബ്രാഹ്മണിക്ക് ഡോമിനേഷനാണ് വരുന്നത്. അതിനുശേഷം അപ്പം ഇവിടെ ഉണ്ടായിരുന്ന തെക്കേന്ത്യയിലുണ്ടായിരുന്നു വേണാട്, ആയ് വംശങ്ങൾ, കൂപ വംശം, മൂഷി വംശം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അത്ര പ്രബലമായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബുദ്ധരാജവംശങ്ങൾ ഇല്ലാതായുടെ ബ്രാഹ്മണർ പിന്നെ ആക്റ്റീവായി. അപ്പം വിദ്യ, സമ്പത്ത്, തൊഴിൽ, കച്ചവടം, കൃഷി, ആരോഗ്യമേഖല, അങ്ങനെ സാമൂഹിക പ്രതിബദ്ധത, സാഹിത്യം, കലമേളകളെല്ലാം ഉണ്ടായിരുന്ന വളരെയധികം വിജയിച്ചിരുന്നൊരു കാലഘട്ടത്തിന് അറുതി വരികയാണ് പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ സകല മേഖലകളിലും മികച്ചു നിന്ന ബുദ്ധജനങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രമേ ബ്രാഹ്മണർക്ക് ചൂടുറപ്പിക്കാൻ കഴിയൂ എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ മറ്റുള്ള ജനങ്ങൾക്ക് അവർക്ക് വിദ്യ ഉണ്ടായിരുന്നു, നല്ല തൊഴിലുണ്ടായിരുന്നു, കൈത്തൊഴിലുണ്ടായിരുന്നു, കച്ചവടം ഉണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു, ആടുമാട് വളർത്തലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു അവർ നല്ല രീതിയിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും ഇവരെ തുടച്ചു നീക്കിയാൽ മാത്രമേ അവരെ അധപ്പതനത്തേക്ക് തള്ളിവിടാൻ പറ്റുമെന്ന് ഇവർ മനസ്സിലാക്കണം. അപ്പോൾ അവരതുകൊണ്ട് അതിനുവേണ്ടിയുള്ള സ്വീകരിച്ച വഴിയാണ് നമ്മുടെ രാജ്യത്തെ ഇരുണ്ട ഈ യുഗത്തിലേക്ക് നയിച്ചത്. അപ്പോൾ അവരാദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ അവരതിനു മുമ്പ് സ്മൃതി ആയിരുന്നു ഉപയോഗിച്ചത്. അവർ എഴുത്തുഭാഷ അവർക്കില്ലായിരുന്നു, അവരൊരു ഭാഷയും കണ്ടുപിടിച്ചിട്ടില്ല, അക്ഷരങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല, ലിപികൾ അവർക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു, വായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അവരാരും തന്നെ അതൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ നളന്ദ യൂണിവേഴ്സിറ്റി അതുപോലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം തകർത്തപ്പോഴത്തേക്ക് അവിടുന്ന് ധാരാളം പുസ്തകങ്ങൾ അവരടിച്ചെടുത്തു.
ബാക്കി ആവശ്യമുള്ള കുറേയൊക്കെ എടുത്തു, ബാക്കിയെല്ലാം അവർ കത്തിച്ച് കളയുകയായിരുന്നു. അങ്ങനെ അത് മാസങ്ങളോളം അവിടെയൊക്കെ നിന്ന് പുകഞ്ഞ് കത്തി തീരുകയുണ്ടായിരുന്നു. ഈ അടിച്ചുകൊണ്ട് പോയ പുസ്തകങ്ങളെല്ലാം ഇവരുപയോഗിച്ചാണ് പുതിയ പല ശാസ്ത്രങ്ങളും എഴുതുകയും പിന്നെ അന്നേരമാണ് ഇതിനെക്കുറിച്ച് ഭാഷ ഇവർക്കൊരു വേണം, അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും ഇവർക്ക് ഭാഷ വേണം, അങ്ങനെ ഭാഷ ഉണ്ടാക്കണം, അതുകൊണ്ട് പുസ്തകം എഴുതണം എന്നൊക്കെ ഇവർ തീരുമാനിച്ചത് ഈ 12-13 നൂറ്റാണ്ടുകൾ ശേഷമാണ്. അതിന് മുമ്പ് ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇവർ ആദ്യം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ബുദ്ധജനങ്ങൾക്കും ജൈനന്മാർക്കും വിദ്യാഭ്യാസം നൽകുന്ന യൂണിവേഴ്സിറ്റികൾ തല്ലിത്തീർക്കായിരുന്നു ആദ്യത്തെ പണി. അതിനൊരു കൊട്ടേഷൻ കൊടുത്തു. ആദ്യം അവർക്ക് ഏറ്റവും വിരോധം ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു നളന്ദ. BC 250 അശോകൻ സ്റ്റാർട്ട് ചെയ്തതാണത്. ആ നളന്ദ യൂണിവേഴ്സിറ്റിയോടായിരുന്നു ഏറ്റവും ദേഷ്യം. കാരണം എന്ന് വെച്ചാൽ നളന്ദയുടെ ഉയർന്ന മട്ടുപ്പാവിലൊക്കെ ഇത് ധാരാളം ജ്യോതിശാസ്ത്ര പഠനങ്ങൾ നടത്താനുള്ള പല ഉപകരണങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്ക് അതിനാൽ ഇവർക്ക് അവിടെ അഡ്മിഷൻ ഇല്ലായിരുന്നു. എഴുത്തും വായനയും അറിയാത്ത ആർക്കും അവിടെ അഡ്മിഷൻ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അവർ എൻട്രൻസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോകുമായിരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണർക്ക് ഒരിക്കലും ഇവിടെ അഡ്മിഷൻ കിട്ടിയിരുന്നില്ല ഇവിടെ. പിന്നെ ഒരു ഗുപ്ത രാജാവ് ഒരു പ്രാവശ്യം അവിടെ കുറച്ച് റിപ്പയർ പണി മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് വീണ്ടും അവിടെ വേദങ്ങളൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു ബ്രാഞ്ച് തുടങ്ങുകയൊക്കെ ചെയ്തിരുന്നു ഒരു ഗുപ്ത രാജാവ്. പക്ഷേ അത് വിജയിച്ചില്ല. കാരണം അത് പഠിക്കാൻ ആരും വന്നില്ല. കാരണം അത് ശ്രുതിയിലൊന്നും ആർക്കും പഠിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. പുസ്തകങ്ങൾ വേണമായിരുന്നു. അവർക്ക് പുസ്തകങ്ങളില്ലായിരുന്നു. ശ്രുതി ആരും പഠിക്കാൻ വിദ്യാർത്ഥികളൊന്നും വരാത്തതുകൊണ്ട് ആ ബ്രാഞ്ച് പൂട്ടിപ്പോയിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവർക്ക് ദേഷ്യമായി. അങ്ങനെ എല്ലാ തരത്തിലും ബ്രാഹ്മണർക്ക് അഡ്മിഷൻ ഇല്ലാതിരുന്ന, അവർക്ക് പഠിക്കാൻ അവസരം ഇല്ലാതിരുന്ന ഈ യൂണിവേഴ്സിറ്റികൾ, ഈ ബുദ്ധ യൂണിവേഴ്സിറ്റികളെല്ലാം തകർക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ആത്യന്തിക ലക്ഷ്യമായിരുന്നു. അങ്ങനെ അതെല്ലാം വൺ തകർത്തു. പക്ഷേ അത് ഈ തകർക്കാനായിട്ട് അവർ സ്വീകരിച്ച മാർഗ്ഗം അതും കൊട്ടേഷൻ കൊടുക്കുമായിരുന്നു. ഇവിടെ കുത്തബുദ്ദീൻ ഐബക്ക് അടിമ രാജവംശം സ്ഥാപിക്കാനായിട്ടുള്ള പ്രാരംഭ നടപടിയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഒരു ടർക്കിഷ് സേനാപതി കമാൻഡർ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹത്തെ അടുത്ത് വന്നു. അതുപോലെ എനിക്ക് താങ്കളുടെ രാജ്യത്ത് അല്ലെങ്കിൽ താങ്കളുടെ സേനാപതിയാകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടർക്കിഷായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇതേ കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹം വേറെ ഭക്തിയാർ ഖിൽജി എന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിനക്കൊരു ടെസ്റ്റ് തരാൻ ഞാൻ ഒരു ഇൻ്റർവ്യൂ, അതായത് എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട്, പണത്തിൻ്റെ ആവശ്യമുണ്ട്, നീ ബീഹാർ കൽക്കട്ട ഭാഗത്തൊക്കെ പോയി കുറേ പൈസയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതായത് അന്ന് ഇത് കൊള്ളയടിക്കുക, ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു വിട്ടു, കുറേ ഒരു സേനയും കൊടുത്ത് പറഞ്ഞു വിട്ടു. അങ്ങനെ ഈ ഭക്തിയാർ ഖിൽജി ബീഹാർ, ഒറീസ, കൽക്കട്ട ഭാഗത്തേക്ക് പോയി. അവിടെ ചെന്ന് ധാരാളം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലുള്ള ക്ഷേത്രങ്ങളൊന്നുമല്ല. ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധവിഹാരങ്ങളായിരുന്നു. അതുപോലെ അതിനകത്ത് ദൈവങ്ങളോ ഒന്നും പ്രതിഷ്ഠകളൊന്നും ഇല്ലായിരുന്നു അവിടെ, അല്ലെങ്കിൽ ആരാധനയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അന്ന് ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പൈസ അത് ബ്രാഹ്മണർ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ബ്രാഹ്മണരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനായിട്ട് പൂഴ്ത്തി വെച്ചിരുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്ഥലമായിരുന്നു അന്ന് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളൊക്കെയാണ് കൊള്ളയടിച്ചത്. അല്ലപ്പോൾ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചു എന്ന് പറയുന്നത് അത് ടെക്നിക്കലി പറയുമ്പോഴേ തെറ്റാണ്. ക്ഷേത്രങ്ങളൊന്നും ആരും കൊള്ളയടിച്ചില്ല. ഇതുപോലെ കള്ളപ്പണം സൂക്ഷിച്ചു വെച്ചിരുന്ന ബുദ്ധവിഹാരങ്ങളായിരുന്നു ശരിക്കും കൊള്ളയടിച്ചത്. അങ്ങനെ കൊള്ളയടിക്കാനും പുള്ളിപ്പോയി. അങ്ങനെ ധാരാളം അത്തരം ബുദ്ധവിഹാരങ്ങളെല്ലാം കൊള്ളയടിച്ചു. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഈ സെൻ ഡൈനാസ്റ്റിയിലെ ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ ഒരു പുരോഹിതനും കൂടെ കൂടി ഇദ്ദേഹത്തെ വന്ന് കണ്ടു. ഈ ഭക്തിയാർ ഖിൽജിയെ വന്നു കണ്ടു. ഭക്തിയാർ ഖിൽജിയുടെ വലിയ ഒരു സേനയുണ്ട് പറഞ്ഞു, നളന്ദ യൂണിവേഴ്സിറ്റി കൊള്ളയടിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് അത് പറഞ്ഞു, നളന്ദ യൂണിവേഴ്സിറ്റി കൊള്ളയടിച്ചിട്ട് അവിടെ പൈസ വല്ലതും ഉണ്ടോ? കുറേ പുസ്തകമല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അല്ല, 10 ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചാൽ കിട്ടുന്ന പണം ഇത് നീ നശിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അത് നല്ലൊരു പരിപാടിയല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് കുത്തബുദ്ദീൻ ഐബക്കിന് പൈസയുടെ ആവശ്യമുണ്ട്. അദ്ദേഹം അവിടെ ഒരു കിങ്ഡം സ്ഥാപിക്കാൻ പോവുകയാണ് ദില്ലി ആസ്ഥാനമാക്കി. അദ്ദേഹം പുള്ളി സമ്മതിച്ചു. അങ്ങനെ അതുമാത്രമല്ല, നളന്ദ, ഒടന്തപൂർ, വിക്രമശില, ഈ എല്ലാ യൂണിവേഴ്സിറ്റി അത് ഒരു ലൈനുള്ള ഇതെല്ലാം നശിപ്പിക്കണം. ഇതെല്ലാം നശിപ്പിച്ചാൽ ഇതുപോലെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. പുള്ളി സമ്മതിച്ചു. പിറ്റേന്ന് തന്നെ പുള്ളിയുടെ സേന ഇവിടെ വന്നു. അപ്പോൾ അന്ന് അവിടെ ഏതാണ്ട് 10,000-ഓളം വിദ്യാർത്ഥികളൊക്കെ ഹോസ്റ്റൽ ആയിട്ട് അതിനകത്ത് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ധാരാളം വിദ്യാർത്ഥികൾ, ധാരാളം ടീച്ചർ. അങ്ങനെ വലിയ ഈ ബുദ്ധരാജവംശം ഒക്കെ നശിച്ചു പോയെങ്കിൽ പോലും ഈ യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ അന്നും നടന്നിരുന്നു. കാരണം വിദേശികളെ ധാരാളം ആൾക്കാരോട് പഠിച്ചുകൊണ്ടിരുന്നു. അന്ന് ഒരു ദിവസം രാവിലെ ഈ ഭക്തിയാർ ഖിൽജിയുടെ സേന, അപ്പം ഈ വിവരങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞു. കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ അവിടെ അറിയുകയും അദ്ദേഹത്തിൻ്റെ
അഡ്വൈസറും ഹിസ്റ്റോറിയനായിട്ടുള്ള മിർഹാജ് സിറാജ് പറഞ്ഞു ഇത് വലിയ അപകടം ഉണ്ടാക്കും, നമ്മൾ ഇളെ അതിൽ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ നാളെ പറയും ഇത് കുത്തബുദ്ദീൻ ഐബക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ആക്രമിച്ച് ഇത് നശിപ്പിച്ചു എന്നുള്ള പേര് വരും, അതുകൊണ്ട് അദ്ദേഹത്തെ തടയാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഫാക്സോ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അയച്ച മെസ്സേജ് വളരെ ലേറ്റായിട്ടാണ് അവിടെ കിട്ടിയത്. അപ്പോഴത്തേക്ക് ഈ ഭക്തിയാർ ഖിൽജി അവിടെ തകർത്ത് കളഞ്ഞു. അന്തേവാസികളെ വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, തീയിട്ട് നശിപ്പിച്ചു. ബാക്കിയുള്ളവരെ കുറേ പേര് പേടിച്ചു പോയി. പുസ്തകമെല്ലാം തീയിട്ടു. തകർക്കാവുന്നതൊക്കെ ഇടിച്ചും ഒക്കെ തകർക്കാവുന്നത് തകർത്തു. ഇത് വേണ്ട അവിടെ ഭയങ്കര കിരാതമായ ഒരു വണ്ടാലിസം നടത്തി. അതിനുശേഷം മറ്റ് യൂണിവേഴ്സിറ്റിയിലെല്ലാം നടത്തി അദ്ദേഹം ഇവരുടെ കിട്ടുന്ന പൈസ മേടിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ആ യൂണിവേഴ്സിറ്റി അർത്ഥം. അപ്പോൾ ഒന്നാം നിരയിലുള്ള ഇത്തരം 6-7 യൂണിവേഴ്സിറ്റി മുഴുവൻ നശിപ്പിച്ചു. അതിനുശേഷം പിന്നെ രണ്ടാം നിരയിലുള്ള നളന്ദ, വിക്രമശില, ഒടന്തപ്പൂർ, തക്ഷശില, സോമപുരം, ജഗ്താല, വലഭി, കാനേരി ഈ യൂണിവേഴ്സിറ്റിയെല്ലാം ആദ്യം തകർത്തു. അതിനുശേഷം പിന്നെ രണ്ടാം നിരയിലെ യൂണിവേഴ്സിറ്റികൾ. ഈ രണ്ടാം നിരയിലെ യൂണിവേഴ്സിറ്റികൾ നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു കാന്തല്ലൂർ, വലിയശാല തിരുവനന്തപുരത്ത്, പിന്നെ മതിലകം, തിരുവല്ലം ശാല, അതുപോലെ തന്നെ തിരുശൂറാണ് തൃശ്ശൂരായത്. തിരുശൂർ, കോട്ടക്കൽ, കിളിരൂർ, പൊതിയിൽമല, ബേക്കൽ, തോട്ടപ്പള്ളി, തിരുമൂലവാസം, അതാണ് ശ്രീമൂലവാസമായത്. കൊടുങ്ങല്ലൂർ, തൃക്കുന്നപ്പുഴ, പാർത്ഥവീപുരം ശാല, തിരുവല്ലഭപുരം, മടപ്പള്ളി, ഇങ്ങനെ കേരളത്തിൽ ധാരാളം ലേണിംഗ് സെൻ്ററുകളുണ്ടായിരുന്നു. അതും എല്ലാം നശിപ്പിച്ചു. അതെല്ലാം നശിപ്പിച്ചത് ഇത് ബ്രാഹ്മണർ തന്നെയല്ല, അതൊക്കെ നശിപ്പിക്കാനായിട്ട് ശൈവരും കൂടെ കൂടി. അപ്പോൾ അങ്ങനെ ശൈവരും ബ്രാഹ്മണരും കൂടിയാണ് പിന്നെ ഇവിടെ ഇതെല്ലാം നശിപ്പിച്ചത്. അതിനുശേഷം നമുക്കറിയാം കാഞ്ചി, പിന്നെ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, അതുപോലെ തന്നെ നാഗപ്പൂർ, മഹാരാഷ്ട്രയിൽ സാക്കേത്, ഇവിടെ UP-യിൽ നാസിക്, അവിടെ ഇതുപോലെ ഇവിടെയുള്ള പോലെ തന്നെ അവിടെയുണ്ട്. അത് ഇതെല്ലാം പ്രധാനപ്പെട്ടതായിരുന്നു. അതുപോലെ തിരുവണ്ണാമലൈ, കമ്പം, നാഗപട്ടണം, പെരുമ്പാലൂർ, തഞ്ചാവൂർ, കുംഭകോണം, തിരുച്ചിറപ്പള്ളി, അരിയല്ലൂർ, സേലം, ധർമ്മപുരി, കൂടല്ലൂർ, കല്ലുക്കുറിച്ചി, കാവേരിപട്ടണം, പൂമ്പുഹാർ, ധമ്മമധുര, നമ്മളറിയാം മധുര മീനാക്ഷി ക്ഷേത്രമാണത്. ഇന്ന് നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളത് നമുക്കറിയാം. ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് 20-25 ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് അല്ലേ. അത് ക്ഷേത്രങ്ങളൊന്നും ആയിരുന്നില്ല, അത് ധമ്മമധുര എന്ന് പറഞ്ഞ വലിയൊരു വിഹാരമായിരുന്നു. ആ വിഹാരത്തിൽ അവിടെ നടന്നത് കംപ്ലീറ്റ് ഇതായിരുന്നു, പ്രകൃതി ചികിത്സയുടെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് അടുത്ത് തന്നെ സിറുമലൈ ഹിൽസ് ഉണ്ട്. ഈ സിറുമലൈ ഹിൽസ് ഇന്ന് ഹെർബൽസ് അവിടെ ധാരാളം വളരുന്ന സ്ഥലമായിരുന്നു. ആ ഹെർബൽസ് അവിടുന്ന് കൊണ്ടുവന്നിട്ട് അതിൽ ഗവേഷണം അല്ലെങ്കിൽ അന്നത്തെ രീതിയിൽ നടന്ന റിസർച്ച് നടത്തുന്ന സ്ഥലമായിരുന്നു ഈ ധമ്മമധുര എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ മധുരം. അവിടെ അന്ന് 100 സ്റ്റുഡൻസിന് അതിനകത്ത് താമസിച്ച് പഠിച്ച് റിസർച്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിനകത്ത് 4 ഗോപുരങ്ങളുണ്ട് വലിയ. ആ ഗോപുരത്തിനകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ആ മതിൽക്കെട്ടിനകത്ത് കാണുന്ന ആ നിർമ്മിതികളെല്ലാം 100 സ്റ്റുഡൻസിന് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളും അവർക്ക് റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ഈ ധമ്മമധുര അല്ലെങ്കിൽ ഇന്ന് കാണുന്ന മധുര മീനാക്ഷി ക്ഷേത്രം. അത് ക്ഷേത്രമായിരുന്നില്ല, അത് വലിയൊരു ലേണിംഗ് സെൻ്ററായിരുന്നു. ധമ്മമധുര എന്നായിരുന്നു എൻ്റെ പേര്, ധർമ്മത്തിൻ്റെ മധുരം. പിന്നെ അതുപോലെ കർണാടകത്തിൽ ബെലിഗാവി, ധാർവാഡ്, ബനാവലി, രാജഘട്ട, ബാംഗ്ലൂർ, ബദ്രുവാഡ, കദ്രി, ഐഹോലി, ഗഡക്, കോപ്പൽ, ഹൈഗുഹ, മൂലൂർ, ഉടുപ്പി, ഇവിടെയെല്ലാം വലിയ വലിയ ലേണിംഗ് സെൻ്ററുകളുണ്ടായിരുന്നു. ഇതിൽ കാഞ്ചി ലേണിംഗ് സെൻ്റർ വളരെ ലോക പ്രശസ്തമായിട്ടുള്ള ലേണിംഗ് സെൻ്ററാണ് കാഞ്ചി എന്ന് പറയുന്നത്. കാഞ്ചി ഈ അപ്പം ഒന്നാം നിരയിലും രണ്ടാം നിരയിലും പിന്നെ മൂന്നാം നിര, ഇതിന് ശേഷം പിന്നെ വരുന്നത് പിന്നെ ഗ്രാമങ്ങളിൽ ചെറിയ ചെറിയ വിദ്യാകേന്ദ്രങ്ങൾ നമുക്കറിയാം. പിന്നെ വലിയ നമ്മുടെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെറിയ ഗ്രാമത്തിൽ കാണുന്ന ചെറിയ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളെല്ലാം ഇതുപോലെ തന്നെ വിഹാരങ്ങളായിരുന്നു. അതിന് ശേഷം അതിൻ്റെ താഴെ വരുന്നതാണ് പിന്നെ ഇത് തറവാട്. അതിനുശേഷം ചെറിയ വീടുകൾ. അപ്പം 4 കെട്ട്, 8 കെട്ട്, 16 കെട്ട് അത്തരത്തിലുള്ള തറവാടുകൾ, പിന്നെ ചെറിയ ഗ്രാമത്തിലുള്ള ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങൾ, അതുപോലെ വലിയ ക്ഷേത്രങ്ങൾ, ഇതെല്ലാം ഇതുപോലെ ലേണിംഗ് സെൻ്ററുകളും ഒക്കെയായിരുന്നു. അത് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും അവർക്ക് കൈത്തൊഴിലിന് പരിശീലനം നൽകുന്നതും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതും അതുപോലെ അവർക്ക് ഈ പ്രകൃതി ചികിത്സയ്ക്ക് ഇത് കൊടുക്കുന്നു എന്നുകൊണ്ട് നാനാ തരത്തിലും അടിസ്ഥാന ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു മതമായിരുന്നു ബുദ്ധമതം. അപ്പോൾ ബുദ്ധമതത്തിൻ്റെ ഇതുപോലെ എല്ലാ തരത്തിലുള്ള ഒരു ലേണിംഗ് സെൻ്ററായിരുന്നു ഈ വിഹാരങ്ങളും തറവാടുകളും എല്ലാം. അതെല്ലാം നശിപ്പിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ നശിപ്പിക്കപ്പെട്ട് ഇതൊക്കെ ഗ്രാമങ്ങളിലെ വിദ്യാകേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങളും ഒക്കെ ആയിരുന്നു അന്നത്തെ. അപ്പം കാടില്ലാത്ത സ്ഥലത്ത് കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് കാവുകൾ.
അപ്പോൾ ഈ വളരെ ചൂടുള്ള സമയത്തും റൂമിനകത്തിരിക്കുന്നത് പോലെ 4 കെട്ടും 8 കെട്ടിനകത്ത് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അതുപോലെ പുറത്ത് ഓപ്പൺ എയറിൽ കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി അതിനകത്തിരുന്ന് റിസർച്ച് ചെയ്യുക, പഠിക്കുക, വായിക്കുക, മരത്തിൻ്റെ തണലിരുന്നതൊക്കെ ചെയ്യുക. അതിനുവേണ്ടി ഉണ്ടാക്കിയ കാവുകളാണ് പിന്നീട് സർപ്പക്കാവുകളായിട്ട് മാറി. കാരണം അകത്ത് ആദിശേഷൻ്റെയൊക്കെ കല്ലിലെ കൊത്തിയ പ്രതിമകളൊക്കെ കാണും. അത് ബുദ്ധൻ്റെ മുകളിൽ ഇങ്ങനെ 5 തലയുള്ള പാമ്പ് ഇങ്ങനെ ഇരിക്കുന്നു. അതാണ് ആദിശേഷൻ. അതൊക്കെ ഇവർ സൂക്ഷിച്ച് വയ്ക്കുമായിരുന്നു, ഇവരുടെ പ്രാർത്ഥനാലയത്തിൻ്റെ അവിടെയൊക്കെ വയ്ക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവർക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇത് പിടിച്ചടക്കി കഴിയുമ്പോഴത്തേക്കും ഇതൊന്നും ആവശ്യമില്ലാതെ വന്നപ്പോഴത്തേക്കും ആ ആദിശേഷൻ്റെ അതെല്ലായിടത്തുകൊണ്ട് ഈ കാവിൽ കൊണ്ട് വയ്ക്കും. അങ്ങനെയാണ് കാവ് സർപ്പക്കാവായി മാറി. അത് തന്നെയല്ല, പിന്നെ ആൾക്കാരെങ്ങും പോകാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ സർപ്പത്തിനും വളരാൻ ഇഷ്ടംപോലെ കാടുകളായി, ഇഷ്ടംപോലെ മരങ്ങളായി. അങ്ങനെയാണ് അത് സർപ്പക്കാവായിട്ട് മാറി. ഇവർക്ക് വേണ്ട സാധനം അവിടെ കൊണ്ട് ഇവർ കളയുക ചെയ്ത്. അല്ലാതെ സർപ്പത്തെ ആരാധിക്കുന്ന ഒരു ജനതയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അതിനെക്കുറിച്ച് പിന്നെ കഥകളൊക്കെ പിന്നെ ഉണ്ടാക്കിയതാണ്. ഈ വിഹാരത്തിൽ നിന്നും തറവാട്ടിൽ നിന്നുമൊക്കെ ആവശ്യമില്ലാത്ത പ്രതിമകളും ഇവർക്ക് റൂമൊക്കെ ഉപയോഗിക്കാണ്ട് വന്നപ്പോഴത്തേക്ക് അവർ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഈ ഇവിടെ നിന്ന് കൊണ്ട് തട്ടുക ചെയ്തിരുന്നു ഈ കാവിനകത്ത്. അങ്ങനെയാണ് ആ കാവ് ഉപയോഗിച്ചിരുന്നത്. അവർ ഒരു ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അത് കാവുകൾ ഉണ്ടാക്കിയത്. അവർക്ക് ഇരിക്കാനും വായിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു പഠനം എന്ന നിലയിൽ അങ്ങനെയാണ് കാവുകൾ ഉണ്ടായത്. അതുമെല്ലാം നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് വിദ്യാകേന്ദ്രങ്ങളെ ആക്രമിച്ച് അവിടുത്തെ അന്തേവാസികളെയും പഠിതാക്കളെയും ആക്രമിക്കുകയും കൊല്ലുകയും തുരത്തി ഓടിക്കുകയൊക്കെ ചെയ്തു. വെട്ടിക്കൊന്നു, കുത്തിക്കൊന്നു, തീയിട്ടു, തുരത്തി ഓടിച്ചൊക്കെ ഒഴിപ്പിക്കുക ചെയ്തു. അപ്പോൾ വായിക്കാൻ അറിയില്ലെങ്കിലും കടക്കാവുന്നിടത്തോളം പുസ്തകങ്ങളെല്ലാം ഇവർ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു. പിന്നെ ബാക്കിയൊക്കെ തല്ലി ഉടച്ചു, ഇടിച്ച് നിരത്തി, തീയിട്ട് നശിപ്പിച്ചു. അപ്പോൾ ഗ്രാമങ്ങളിലെ തറവാടുകളൊക്കെ ആക്രമണം അഴിച്ചുവിട്ട് നേരത്തെ അടിമകളാക്കി പിടിച്ച് അവരെയൊക്കെ ഉപയോഗിച്ചാണ് വരുന്നത്. അവരെ കൊണ്ട് തെറി പറയുക, അങ്ങനെ വിഹാരങ്ങളിലൊക്കെ വന്നിട്ട് ആക്രമിക്കുക ചെയ്തത്. നമുക്കറിയാം, അകത്ത് കയറി വെട്ടിക്കൊന്നു, ചിലരൊക്കെ കഥ കടിച്ചിരുന്നു, അവരെയൊക്കെ ഓടിക്കാനായിട്ട് ചീഞ്ഞളിഞ്ഞ സാധനങ്ങളൊക്കെ അകത്ത് എറിഞ്ഞു. അവരെ കിണറ്റിലൊക്കെ പല സാധനങ്ങൾ എറിഞ്ഞു, കല്ല് എടുത്തെറിഞ്ഞു, തെറി പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് അകത്തിരുന്ന ആൾക്കാരെയൊക്കെ വെളിയിറക്കിയത്. അപ്പോൾ അവർക്ക് ആഹാരമൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കും അവസാനം അവർ കഥ തുറക്കുമ്പോഴത്തേക്കും ഇവർ കയറി കൊല്ലുക, അല്ലെങ്കിൽ ഇറക്കി വിടുക, മർദ്ദിക്കുക. അങ്ങനെ ഞങ്ങളിനി സ്വയമേ ഒഴിഞ്ഞു പൊക്കോളാമെന്ന് പറഞ്ഞാൽ പോയ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു, അല്ലാത്തവരൊക്കെ ഇവർ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ബീഹാറിന് മുമ്പിൽ അങ്ങനെ ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ തയ്യാറാകാത്ത ആൾക്കാരെ അകത്ത് കയറി കഥകലം തല്ലിപ്പൊളിച്ച് വെട്ടിപ്പൊളിച്ച് അകത്ത് കയറി പിടിച്ചവരുടെ തലയൊക്കെ വെട്ടി അതൊക്കെ താലത്തിനകത്താക്കിയിട്ട് നഗരത്തെ പ്രദർശനം നടത്തുകയും ആ വെട്ടിക്കൊന്നുകൊണ്ട് തലയില്ലാത്ത ശരീരമൊക്കെ വലിയ കമ്പയിൽ കെട്ടി ഈ വിഹാരത്തിൻ്റെയൊക്കെ മുകളിൽ കെട്ടിത്തൂക്കി. അതൊക്കെ മെസ്സേജുകളായിരുന്നു. ഞങ്ങളെ അവിടെ ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ, പ്രതിരോധിച്ച് നിന്നാൽ നിങ്ങളെ ഞങ്ങൾ ഇതുപോലെ കൊല്ലും, നിങ്ങളെ കൊന്ന് നിങ്ങളുടെ തല ഞങ്ങൾ നഗരപ്രദർശനം നടത്തും, അല്ലെങ്കിൽ നിങ്ങളുടെ തല നിങ്ങളുടെ ഉടൽ ഇതുപോലെ തൂക്കിയിടും, അല്ലെങ്കിൽ അതും നഗരപ്രദർശനം നടത്തും എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ്. ഇത് നമുക്കറിയാം. ഇതൊക്കെ പിന്നീട് എന്തായി വന്നു, ഇങ്ങനെ തലയെടുത്ത് പ്ലേറ്റിൽ കൊണ്ടു നടന്നതിനൊക്കെ താലപ്പൊലിയായിട്ട് മാറി. ഇങ്ങനെ ഈ തലയില്ലാത്ത ഈ ശവശരീരം കെട്ടിത്തൂക്കിയതൊക്കെ ഇന്ന് നമുക്കറിയാം കൊടിയേറ്റായിട്ട് മാറി. അമ്പലത്തിൽ കൊടിയേറുന്ന കണ്ടിട്ടില്ലേ? ആ കൊടിയേറുന്ന സാധനത്തിൽ 2 കാലും 2 കൈയുണ്ട്, തലയില്ല. അതൊക്കെ ഇതിൻ്റെ പ്രതീകങ്ങളാണ്. അതുപോലെ ഒറ്റത്തൂക്കം, ഇതുപോലെ തന്നെ തൂക്കി നഗരത്തിൽ കൂടെ കൊണ്ടു നടക്കുക. ഇതൊക്കെ അന്ന് ഇവർ ചെയ്ത പീഡനങ്ങളാണ്. അല്ലെങ്കിൽ ബുദ്ധവിഹാരത്തിൽ നിന്ന് അതിലെ അന്തേവാസികളെ വെളിയിലിറക്കാൻ വെളിയിറക്കാൻ ശ്രമിച്ചിട്ടും വെളിയിൽ ഇറങ്ങാത്ത, അതൊക്കെ പിടിച്ചു പറിക്കാൻ വേണ്ടി, അതൊക്കെ ഇവർക്ക് പിടിച്ചു പറിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളിൽ അതിനെ ചെറുത്ത് നിന്നവരോട് ഇവർ ചെയ്ത പീഡനങ്ങളാണ് അതൊക്കെയാണ് ഇന്ന് ആചാരങ്ങളൊക്കെ ആയിട്ട് മാറിയത്. അങ്ങനെ സർപ്പക്കാവുകൾ ഇത് ബുദ്ധ സംസ്കാരത്തെ ഒഴിവാക്കി പിടിച്ചെടുത്താണ് വലുതും ചെറുതുമായ സകല ക്ഷേത്രങ്ങളും ഇതൊക്കെ. അപ്പം മധ്യകാലത്ത് ലോകരാജ്യങ്ങൾ മുഴുവൻ സാംസ്കാരികമായ പരിഷ്കാരമായി 100% മുന്നേറിക്കൊണ്ട് പോയപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ വിദ്യാകേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടി തല്ലി തകർത്ത് വിദ്യാഭ്യാസം ബാൻ ചെയ്തു. അതായത് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ബാൻ ചെയ്തു, എഴുത്തും വായനയും നിർത്തലാക്കി, അന്ധകാരയുഗം നമ്മൾ സൃഷ്ടിക്കുകയായിരുന്നു. അപ്പോൾ ലോകം മുഴുവൻ സിവിലൈസേഷനിലേക്ക് മുന്നേറുമ്പം നമ്മളിവിടെ അന്ധകാരം യുഗത്തിലേക്ക് പോകുമായിരുന്നു, അല്ലേ? തമസോമ ജ്യോതിർഗമയ അസതോമ സദ്ഗമ എന്നൊക്കെ ഇങ്ങനെ ഇന്ന് പറയും. പക്ഷേ നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്നൊക്കെ പറയും. വിദ്യയുടെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇവിടെ വിദ്യയുടെ വെളിച്ചത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിക്കുകയാണ് സത്യത്തിലുണ്ടായത്. ജസ്റ്റ് ഓപ്പോസിറ്റ്. പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ചെയ്തതാരെ ഈ അന്ധകാര യുഗം സൃഷ്ടിക്കുകയായിരുന്നു. അത് ബ്രാഹ്മണ്യം ചെയ്തതാണ്, അവരുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ 1-2 തലമുറ കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഈ ജനങ്ങൾ, അപ്പോൾ അവർക്ക് എഴുത്തും വായനയില്ല, ആ നിരക്ഷര കുഷികളാണ്, വായിക്കാനും എഴുതാനും പോകാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ എഴുത്തും വായന നിന്നുപോയി, അവർക്ക് അക്ഷരാഭ്യാസം ഇല്ല. അങ്ങനെ അവർ നിരക്ഷര കുഷികളും ഭീരുക്കളും അടിമകളുമായ ഒരു സമൂഹം നിലവിൽ വന്നു.
ഇതെല്ലാം നിർത്തി കഴിയുമ്പോഴത്തേക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അവരുടെ പൂർവികർ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർവികർക്ക് എഴുത്തും വായന അറിയായിരുന്നു. അപ്പോൾ അവരുടെ പൂർവികർ വായിച്ച ടെക്സ്റ്റുകളും അവരെഴുതിയ അക്ഷരങ്ങളും ഒക്കെ ഇവർക്ക് അന്യമായി. അങ്ങനെ ഒരു ജനത ഉണ്ടായി, പുതിയൊരു തലമുറ അങ്ങനെ ഉണ്ടായി. അങ്ങനെ അപ്പോൾ അക്കാലത്ത് ഇന്ത്യയിലൊട്ടാകെ സകല ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളും നേരത്തെ ഉണ്ടായ കഥ, കവിത, ആട്ടക്കഥ, തത്വചിന്ത, ചികിത്സ എല്ലാം നശിപ്പിക്കപ്പെട്ടു. ഒരൊറ്റ പുസ്തകം പോലും കണ്ണിൽ കണ്ട പുസ്തകങ്ങൾ നശിപ്പിക്കുമായിരുന്നു ബ്രാഹ്മണൻസ്. അങ്ങനെ അതെല്ലാം കാരണം ഇവരാരും വായിക്കരുത്, ആരും എഴുതരുത്. എഴുത്തും വായന അറിയാത്ത ഒരു 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 കഴുതകളുടെ ഒരു രാജ്യം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. കാരണം എന്നാൽ മാത്രമേ ഇവർ അടിമകളായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യ പോലെ സംസ്കാരത്തെ പിന്നോട്ടടിച്ച രാജ്യങ്ങൾ വേറെ കാണില്ല, ഇന്ത്യ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ 13-ാം നൂറ്റാണ്ട് വരെ ദൈവങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒന്നിൻ്റെയും സഹായമില്ലാതെ സ്വതന്ത്രരായി ജീവിച്ച ഒരു ജനതയുടെ പിൻ തലമുറ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ അക്ഷരശൂന്യരും അടിമകളും അയിത്തജാതിക്കാരുമായി തീർന്നു. അപ്പോൾ 250-300 വർഷം ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ മുൻകാല മതം എന്തായിരുന്നു, 3 നൂറ്റാണ്ട് മുമ്പ് വരെ നമ്മുടെ മതം എന്തായിരുന്നു അവർക്കറിയില്ല. കാരണം അത് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ല. ആൾക്കാരെല്ലാം മരിച്ചുപോയി, അവരുടെ പുരുവരെ മരിച്ചുപോയി. അപ്പോൾ അവർ എഴുതിയിരുന്നോ വായിച്ചിരുന്നോ അവരുടെ മതം എന്താണെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായി. മതം എന്തായിരുന്നു അറിയില്ല, അല്ലെങ്കിൽ പൂർവികരുടെ സംസ്കാരം എന്താണെന്ന് അറിയില്ല. അവരുടെ പൂർവികരുടെ അവർ വായിച്ചിരുന്ന കഥകൾ വായിച്ചിരുന്നോ അല്ലെങ്കിൽ അവർക്കറിയാവുന്ന കഥകൾ എന്താണെന്ന് ഇവർക്കറിയില്ല. അവരുടെ സാഹിത്യങ്ങൾ എന്താണെന്ന് ഇവർക്കറിയില്ല. ഇവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് തീർത്തും ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഗ്യാപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സിവിലൈസേഷൻ ഗ്യാപ്പ് ഇവിടെ ഉണ്ടായി. ഒന്നും അറിയാം, പൂർവികരെക്കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്തൊരു ജനത ഇവിടെ ഉണ്ടായി. അപ്പോൾ എല്ലാം അപ്രത്യക്ഷമായി. അതിനുശേഷം ഇവരെന്ത് ചെയ്തു, ബ്രാഹ്മണരെ അടിച്ചേൽപ്പിക്കുക, എന്തോ ധാരാളം നിയന്ത്രണങ്ങൾ. അതെല്ലാം പറയാൻ പറ്റില്ല. വഴി നടക്കാൻ നിയന്ത്രണം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാൻ നിയന്ത്രണം, നല്ല വസ്ത്രം ധരിക്കാൻ നിയന്ത്രണം, നല്ല പേരുകൾ ഇടാൻ നിയന്ത്രണം, നല്ല ആഹാരം കഴിക്കാൻ നിയന്ത്രണം, വിദ്യാഭ്യാസം നേടാൻ നിയന്ത്രണം. വിദ്യാഭ്യാസമേ നേടാൻ പറ്റില്ല, ബാനായിരുന്നു. സാധനങ്ങൾ വാങ്ങാൻ നിയന്ത്രണം. ഇതുപോലെയുള്ള ജനങ്ങൾക്ക്, ഈ ബുദ്ധജനങ്ങളായിരുന്ന ജനങ്ങൾക്ക് അവർ സാധനം വാങ്ങണമെങ്കിൽ ഏതെങ്കിലും സവർണൻ്റെ കടയുടെ അവിടെ 16 അടി ഇപ്പുറത്ത് നിലത്ത് പാത്രവും പൈസയും കൊണ്ടുവയ്ക്കണമായിരുന്നു. അപ്പോഴത്തേക്ക് ആ കടക്കാരൻ ഇറങ്ങി വന്നിട്ട് നോക്കും, ചോദിക്കും. എന്നിട്ട് അയാൾ അത് കൊട്ടയെടുത്തുകൊണ്ട് പോയിട്ട് ആ സാധനങ്ങൾ നിറച്ച് അവിടെ കൊണ്ട് വയ്ക്കും. എന്തളവുണ്ട്, എന്ത് നല്ല സാധനമാണ്, ചീത്ത സാധനം ഒന്നും അറിയില്ല, അത് കിട്ടുന്നത് മേടിച്ചിട്ട് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. കടയുടെ അടുത്തോട്ട് ചെയ്യാൻ വയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ നിയന്ത്രണങ്ങൾ. പൊതുകൾ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ നിയന്ത്രണങ്ങൾ. ഇനിയുണ്ട് ധാരാളം നിയന്ത്രണം. മുട്ടിൻ്റെ താഴെ മുണ്ടെടുക്കരുത്, അതുപോലെ മറയ്ക്കരുത്, അതുപോലെ ഓടൊക്കെ അന്ന് നിലവിൽ വന്നിരുന്നെങ്കിൽ ഓട് മേയരുത്, അതുപോലെ കന്നുകാലിയെ വളർത്താൻ കന്നുകാലിയെ കറക്കരുത്, പപ്പടം ചുടരുത്. ഇന്ന് വേണ്ട ഇങ്ങനെ ധാരാളം നിയന്ത്രണം. മീശ വെക്കരുത്, അതുപോലെ നേരിലെടുക്കരുത്, തലയെക്കെട്ട് കെട്ടരുത്. ഇങ്ങനെ ധാരാളം നിയന്ത്രണങ്ങളാണ് ജനങ്ങളുടെ മേലെ ഏൽപ്പിയത്. ഒരു വശത്ത് വിദ്യാഭ്യാസം ഇല്ല, മറുവശത്ത് നല്ല തൊഴിലില്ല, അല്ലെങ്കിൽ നല്ല സമ്പത്തില്ല, വീടുകളില്ല, അല്ലെങ്കിൽ യാതൊന്നുമില്ല. അതിൻ്റെ മേലെ ഈ നിയന്ത്രണങ്ങളെ ആക്കിയപ്പോഴത്തേക്കും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ കഷ്ടമായി. ഈ മധ്യകാലഘട്ടത്തിൽ ഈ 13-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ട് വരെയുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതമായിരുന്നു ഇത്. അപ്പോൾ 18-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും അടിമകൾ ഭീരുക്കളുമായി എന്തു പറഞ്ഞാലും വിശ്വസിക്കുന്ന, അനുസരിക്കുന്ന, ചിന്താശക്തി നയിച്ച ഒരു മനുഷ്യരായി മാറിക്കഴിഞ്ഞു നമ്മുടെ ഇന്ത്യൻ ജനത. അതായത് നമ്മുടെ പൂർവികരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിശൂന്യരും ചിന്താശൂന്യരുമായ മനുഷ്യ മനസ്സിലേക്കാണ് ബ്രാഹ്മണ ദൈവങ്ങളാണ് വിഷ്ണു, ശിവൻ, കൃഷ്ണൻ, രാമൻ, ലക്ഷ്മി, പാർവതി, ഭദ്രകാളിയൊക്കെ അവനെ ഇറക്കി വിട്ടു. അപ്പോഴത്തേക്കും ജനങ്ങളപ്പോൾ രാമായണം, മഹാഭാരതം, ഭാഗവതം, ഭഗവത്ഗീത ഇതൊക്കെയായിട്ട് കഥകളൊക്കെ ഇവരെ പറഞ്ഞു കേൾപ്പിച്ചു, പലതരത്തിലും പറഞ്ഞു കേൾപ്പിച്ചു, പല പ്രകാരത്തിലും പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴത്തേക്കും ജനങ്ങൾക്കറിയില്ല ഇതിന് മുമ്പ് വേറെ എന്തെങ്കിലും പുസ്തകം ഉണ്ടായിരുന്നു നമുക്ക്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ദൈവങ്ങളുണ്ടായിരുന്നു, ഇതൊന്നും ഇവർക്കറിയില്ല. ഇവർക്ക് ഇതാണ് ആ ശൂന്യമായ മനസ്സിലേക്ക്, ആ സ്പേസിലേക്കാണ് ഇതെല്ലാം ഇവർ അടിച്ച് കയറ്റുവാണ്. അപ്പോഴേക്കും അവരുടെ പൂർവികർ പണ്ട് പോയിരുന്നത് പഠിച്ചിരുന്നതുമായ വിഹാരങ്ങൾക്ക് അമ്പലങ്ങളായി മാറിക്കഴിഞ്ഞു. പണ്ട് ഇവരുടെ പൂർവികർ പോവുകയും വിദ്യാഭ്യാസം നേടുകയും പലതും ചെയ്തിരുന്ന ആ വിഹാരങ്ങൾക്ക് അതൊക്കെ അമ്പലങ്ങളായി, നാട്ടുകളിലുള്ള എല്ലാ അതുപോലെയുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള വലിയ അതൊക്കെ അമ്പലങ്ങളാക്കി മാറ്റി. അമ്പലങ്ങളിലേക്ക് ഓരോ പ്രതിഷ്ഠ വെച്ച് അതൊക്കെ ഈ പറയുന്ന ദൈവങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. പക്ഷേ അതൊക്കെ അങ്ങനെ ആയിരുന്നു തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല. കാരണം ആര് പറഞ്ഞു കൊടുക്കും, ആർക്കും പറഞ്ഞു ചരിത്രമില്ലാത്ത ജനങ്ങളായി മാറി. അങ്ങനെ 18-19 നൂറ്റാണ്ടിലെ മനുഷ്യർക്ക് അതെല്ലാം നഷ്ടപ്പെട്ടു തീർന്നു. അവർക്ക് ചരിത്രബോധമില്ല, അല്ലെങ്കിൽ അവരുടെ സാംസ്കാരിക ബോധം പണ്ടത്തെ എന്തുവാണ് അവർക്ക് യാതൊന്നുമില്ല. ഗ്യാപ്പ്, ഒരു ജനറേഷൻ ഗ്യാപ്പ്, ഒരു കൾച്ചറൽ അല്ലെങ്കിൽ സിവിലൈസേഷൻ ഗ്യാപ്പ് ഉണ്ടാവുകയാണ് ഇത്. അപ്പോൾ അതിനകത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിനകത്തുള്ള മാർഗ്ഗപ്പിളമാരുണ്ടായിരുന്നു.
അവർക്ക് പിള്ളമാരായി മാറി, അല്ലെങ്കിൽ ഭട്ടുകളുണ്ടായിരുന്നു, അവരൊക്കെ ഭട്ടതിരിയായി. അതുപോലെ ഭണ്ഡാരം കാവൽക്കാരൊക്കെ വലിയ വ്യവഹാരത്തിലും വലിയ വലിയ ഭണ്ഡാരം കാവൽക്കാരുണ്ടായി, അവന്മാർക്ക് ഭണ്ഡാരങ്ങളായി പപ്പടം ഉണ്ടാക്കുന്ന ഭണ്ഡാരങ്ങളായി മാറി. അങ്ങനെ ഒക്കെ ആയിത്തീർന്നു. കാരണം അവർക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടു. അപ്പം 12-14 നൂറ്റാണ്ടുകളിലെ മതപീഡനം, ബ്രാഹ്മണ മതപീഡനമാണ് ഒരു ജനതയെ ജാതി തിരിച്ച് ബ്രാഹ്മണ അടിമകളും വിശ്വാസികളും ഭക്തന്മാരും ഒക്കെ ആക്കി. അതിനുശേഷം പിന്നെ 20-ാം നൂറ്റാണ്ടിൽ അവരെ ഹിന്ദുക്കളാക്കി മാറ്റിയെടുത്തത്. അപ്പം ഹിന്ദുക്കളായി മുത്തുകയാണ് ചെയ്തത്. അപ്പം ദൈവത്തെ ഇവർ ഹിന്ദുക്കളായി ജനിച്ചിട്ടൊന്നുമില്ല ഇവർ ഹിന്ദുക്കളായത്, ഹിന്ദു മതത്തിൽ ജനിച്ചുകൊണ്ടൊന്നുമല്ല ഹിന്ദുക്കളാക്കി. അവരങ്ങനെ അടിമകളായി അവരെ ഹിന്ദു ഫോളിലേക്ക് മാറ്റി മുദ്ര കുത്തുകയും ചെയ്തത്. അല്ല, ഇവരാരും ഹിന്ദുവായിട്ട് ജനിച്ചതൊന്നുമല്ല, ഹിന്ദുക്കളും ആയിരുന്നില്ല. ഹിന്ദു എന്താണെന്ന് അവർക്ക് അറിയത്ത് പോലുമില്ല. അവരെ ഒരു സുപ്രഭാതത്തിൽ ഹിന്ദു ആക്കുകയും ചെയ്തത്. അതുപോലെ ദൈവത്തെ കണ്ടിട്ടോ ദൈവത്തെ അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല ഇവർ ദൈവവിശ്വാസികളായത്. ഭയം, അറിവില്ലായ്മ, അതുപോലെ ജനങ്ങളെ ഒക്കെയാണ് ഇവരെ ഈ വിശ്വാസികളാക്കിയത്. ഇതാണ് ഇന്ത്യയുടെ ഈ 18-ാം നൂറ്റാണ്ട് വരെയുള്ള നമ്മുടെ പൂർവികരുടെ ചരിത്രം. അല്ലെങ്കിൽ 13-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച, അവർക്ക് എങ്ങനെയാണ് വിശ്വാസികളായി പോയത്, അവർക്ക് എങ്ങനെയാണ് ഹിന്ദുക്കളൊക്കെ ആയത്, അതിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇവർ ദൈവവിശ്വാസികളാകാൻ കാരണം ഇതാണ്. ഈ പീഡനങ്ങൾ, അറിവില്ലായ്മ, അല്ലെങ്കിൽ ഈ അടിമത്വം, ഇതുകൊണ്ട് അവർ വിശ്വാസികളായി പോയതാണ്. അല്ലാതെ വിശ്വാസം എന്തെങ്കിലും കണ്ട് വിശ്വസിച്ചോ, അല്ലെങ്കിൽ കൊണ്ട് വിശ്വസിച്ചോ ഒന്നുമല്ല. അവരിങ്ങനെ വിശ്വാസികളായി എടുക്കുകയായിരുന്നു ചെയ്തത് ബ്രാഹ്മണർ. അവരെ അങ്ങനെയാണ് ഇവർ വിശ്വാസികളായത്. ഇത് മറ്റൊരു വിഷയമായി